ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ? അതാണ് ഫ്രിഡ്ജ് ടൂർ. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് എന്താണ്, അതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വാടക വീടാണ്. അപ്പം ഇതിനുള്ളിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് 2 വട്ടം പറയാൻ നോക്കി. അപ്പം എന്തായാലും നമ്മൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ഫ്രിഡ്ജ് ഒന്നുമല്ല, ഒരു കുട്ടി ഫ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജ്. പക്ഷെ അത് നമുക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം എന്തായാലും അതിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരും വായോ. അപ്പം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്രിഡ്ജ്, ഒരു കുഞ്ഞു ഫ്രിഡ്ജ്. കണ്ടില്ലേ? ഇതാണ്, പുതിയതാണ് കേട്ടോ. അധികം പഴക്കമൊന്നും ആയിട്ടില്ല, കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം സാധനങ്ങളൊക്കെ, ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നും ഇങ്ങനെ ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കുമെന്നൊന്ന് വിചാരിക്കാതെ 2-3 ദിവസം മുമ്പാണ് നമ്മളിവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അതിൽ മേലെ തന്നെ ഡോറിൽ കുറച്ച് പഴങ്ങളും, അതായത് മാങ്ങ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് കുപ്പിയിൽ 2 ബോട്ടിലിൽ നിന്ന് നിറയെ ഇരിക്കുന്നത്, ഇത് ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ വിനാഗിരിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതിൽ പച്ചമുളകും ഇട്ടിട്ട് അതിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും വായിക്കൂടെ വെള്ളം വരുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. എങ്ങനെ കൈയിട്ടെടുത്താൽ കേട് വരുമോ എന്നുകൊണ്ട് സംശയത്തിലാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ തന്തൂരിയൊക്കെ വാങ്ങുമ്പം ഹോട്ടലിൽ നിന്ന് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചെറിയ പാഴ്സലായിട്ട് തരില്ലേ, അതിൽ ബീറ്റ്റൂട്ട് ഉണ്ടാവും, ക്യാരറ്റ് ഉണ്ടാവും, ഒരു മുളക് ഉണ്ടാവും. ആ സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷെ അത് നമ്മൾ വീട്ടിലിട്ടപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാനൊക്കെ നല്ലോണം കഴിക്കുമായിരുന്നു, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ മോളടുത്ത് നിൽക്കുന്നുണ്ട്, അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ വായിലും കൂടെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇരിക്കുന്നത്. 2 ബോട്ടിലിൽ നിറയെ ഉണ്ടായിരുന്നു. ഒരെണ്ണം കഴിച്ചു. 2-3 ദിവസമേ ആയിട്ടുള്ളൂ ഇതിട്ട് വെച്ചിട്ട്. പക്ഷേ സാധനങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, ഉണ്ടാക്കി നോക്കാത്തവർ. അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ട്. അതായത് ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. വെള്ളം, ചൂടുവെള്ളം ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കാറുള്ളത്. വലിയ തണുപ്പുള്ളതൊന്നും കുടിക്കാറില്ല. പിന്നെ ഫ്രീസറിൽ ഒന്നും തന്നെ ഇല്ല, കേട് മാത്രമേ ഉള്ളൂ. ഇന്നലെയാണ് ശരിക്കും ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചത്. ഇന്നലെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിനെ ഉണ്ടാക്കിയതാണ് ഐസ്ക്രീം. അത് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ഇത്. അപ്പോൾ ഇന്നലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തരായിരുന്നു. പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ്, നാരങ്ങ അച്ചാർ. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. പിന്നെന്താണ്, അവിടെ തന്നെ വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്. ഒരു ബോക്സിൽ വെളുത്തുള്ളി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴുകി പറക്കി വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കറി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് കൊണ്ട് അതിൽ ഇട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെയും കഴുകി പറക്കി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും സമയം നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. അതിനടിയിലായിട്ട് 2 ബോക്സ് നിറയെ ഡേറ്റ്സ് ഇരിക്കുന്നുണ്ട്. എനിക്കെന്തോ ഭയങ്കര ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡേറ്റ്സൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ് കഴിക്കാനായിട്ട്. ഡെയിലി കഴിക്കുന്നുണ്ട്. ഇപ്പം ബ്ലഡൊക്കെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒരു വാട്ടർ മെലോണും ഒരു പൈനാപ്പിളും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനടിയിൽ മുട്ടയുണ്ട്, പുളി ഉണ്ടായിരുന്നു, കുറച്ച് വറ്റൽമുളക് ഉണ്ടായിരുന്നു, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ നെയ്ച്ചോറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാമല്ലോ. അതിനടിയിലായിട്ട് കുറച്ച് വെജിറ്റബിൾസ്, അതും കഴുകി തന്നെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പയർ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ഫ്രിഡ്ജ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ചെറിയൊരു ഫ്രിഡ്ജ്, അതിൽ നമുക്ക് വേണ്ട കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രം. ആക്ച്വലി ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഫ്രിഡ്ജ് ടൂർ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അപ്പോഴത്തേക്ക് അതിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നത് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ തോരൻ വെക്കാനുള്ള പയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അരിഞ്ഞാണ് വെക്കാറുള്ളത്. അപ്പോൾ അരിഞ്ഞ് നമ്മൾ ബോക്സിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് അങ്ങോട്ട് എടുക്കുക, രാവിലെ തന്നെ എളുപ്പമായിരിക്കും അത്. അതായത് നമ്മൾ വീണ്ടും കഴുകി അരിഞ്ഞ് പറക്കി വരേണ്ട സമയമൊന്നും രാവിലെ നമ്മൾ മെനക്കെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് അങ്ങ് എടുക്കുക, കുക്ക് ചെയ്യാം. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ചോറിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെയാണ്. കാരണം ഇങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞ് പറക്കി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം അതെടുത്ത് നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് അടുക്കളയിലുള്ള ഫുൾ പരിപാടി ഇൻക്ലൂഡിങ്
മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഞാൻ ഉണ്ടാക്കി കഴിയാറുണ്ട്. രാവിലെ ഇപ്പം കുറച്ച് വൈകി എണീച്ചാലും നമുക്ക് ലേറ്റ് ആവുമെന്നില്ല, ഒരു 9-10 മണിക്കുള്ളിൽ അടുക്കള പരിപാടി മൊത്തം തീരും. അതായത് ഇപ്പോഴത്തെ കാര്യമാണ് പറയണത്. ഇപ്പൊ ലീവ് ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലതായിട്ട് ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. 7-8 മണിക്കാവും ഞാൻ എണീക്കുമ്പോൾ തന്നെ. അപ്പൊ എന്തായാലും 10 മണിക്കുള്ളിൽ എല്ലാ പരിപാടികളും ചെയ്തു തീർക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. അതാണ് വരുന്ന ദിവസം, അതായത് ഈ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന ദിവസം കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി. ഒരു 1-2 മണിക്കൂറൊട്ടൊന്ന് മെനക്കെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കഴുകി പറക്കി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഉള്ള ദിവസങ്ങൾ മുതൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അടുക്കളയിലുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഫ്രിഡ്ജിൽ എന്തൊക്കെയാണുള്ളത്, ഫ്രിഡ്ജ് ടൂൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോ ഇനിയും ഓരോരോ വീഡിയോസ് വരും. ഈ ഒരു കുഞ്ഞു വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കാണിക്കുന്നത്. വേറെ പുറത്ത് എവിടെയെങ്കിലും അങ്ങനെ പോകാറൊന്നുമില്ല. ഞാനും മോളും തന്നെ ഉണ്ടാവുകയുള്ളൂ വീട്ടില്. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത്. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.